നാട്ടുകാർക്കും വീട്ടുകാർക്കും ഒരുപോലെ തലവേദനയായിരുന്നു സതീഷ്. വയസ്സ് 25 കഴിഞ്ഞതേയുള്ളൂ. കാഴ്ചയിൽ നല്ല സുന്ദരനായ, ഒത്ത ഉയരവും ലുക്കുമുള്ള ചെക്കൻ. പക്ഷേ എന്ത് കാര്യം? 24 മണിക്കൂറും മദ്യത്തിൽ മുങ്ങിത്താഴുന്ന ജീവിതം. അച്ഛൻ സമ്പാദിച്ചു വെച്ച കുറച്ച് സ്വത്തുക്കളും പോക്കറ്റ് മണിയും കയ്യിലുള്ളത്. ജോലിക്ക് പോകാനോ അധ്വാനിക്കാനോ അവനൊരു താല്പര്യവുമില്ലായിരുന്നു. പകൽ സമയം മുഴുവൻ നാട്ടിലെ ചീത്ത കുട്ടികൾക്കൊപ്പമാണ്. രാത്രിയായാൽ പിന്നെ വേറെ ചില പാർട്ടികൾ. പെൺകുട്ടികളുമായി കറങ്ങി നടക്കുക, പണം വെള്ളം പോലെ ഒഴുക്കുക, കൂട്ടുകാരുമൊത്ത് മദ്യപിച്ച് ബഹളമുണ്ടാക്കുക. ഇതൊക്കെയായിരുന്നു സതീഷിൻ്റെ ദിവസേനയുള്ള ശീലം. രാത്രി എത്ര വൈകിയാണ് വീട്ടിൽ വരുന്നതെന്ന് അവനു തന്നെ നിശ്ചയമില്ല. അമ്മ എത്ര കരഞ്ഞു പറഞ്ഞാലും അച്ഛൻ ദേഷ്യപ്പെട്ടാലും സതീഷിന് ഒരു കുലുക്കവും ഉണ്ടായിരുന്നില്ല. ഇവൻ്റെ ആയുസ് ഈ കുപ്പിയിൽ തീരും, ഇതിനൊരു അവസാനമില്ലേ ദൈവമേ എന്ന് പറഞ്ഞ് അമ്മ കണ്ണീരൊഴുക്കാത്ത ദിവസങ്ങളില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ വീട്ടിലേക്കൊരു മാറ്റത്തിൻ്റെ കാറ്റ് വീശുന്നത്. സതീഷിനെ നേരെയാക്കാൻ ഒരേയൊരു വഴിയുള്ളൂ. അവനെ കൊണ്ട് ഒരു കല്യാണം കഴിപ്പിക്കുക. ഒരു പെണ്ണും കുടുംബവും ആകുമ്പോൾ ഉത്തരവാദിത്തം വരുമെന്ന് അച്ഛനും അമ്മയും കരുതി. അങ്ങനെയാണ് മാലതി എന്ന പാവം പെൺകുട്ടി സതീഷിൻ്റെ ജീവിതത്തിലേക്ക് ഭാര്യയായി കടന്നു വരുന്നത്. നാട്ടിൻപുറത്തുകാരി, ശാന്ത സ്വഭാവക്കാരും സ്നേഹമുള്ളവരുമായ ഒരു സാധാരണ കുടുംബത്തിലെ കുട്ടി. സതീഷിൻ്റെ അച്ഛൻ്റെ ദൂരെയൊരു ബന്ധത്തിലുള്ള ആളായിരുന്നു അവൾ. കണ്ടാൽ ആരുടെയും മനസ്സ് നിറയുന്ന ഐശ്വര്യമുള്ള മുഖം, കണ്ണുകളിൽ ഒരു പ്രത്യേക തിളക്കമുള്ള ഒരു പാവം കുട്ടി. കല്യാണം കഴിഞ്ഞ് ആദ്യത്തെ ദിവസം വീടൊക്കെ ആൾക്കാരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. മാലതി തൻ്റെ മുറിയിൽ പുതിയ വധുവിൻ്റെ നാണത്തോടെ കയ്യിൽ പാലുപാത്രവും പിടിച്ച് സതീഷിനെ കാത്തിരുന്നു. സമയം 12 കഴിഞ്ഞു. 1 പക്ഷേ സതീഷിനെ കാണാനില്ല. ഒടുവിൽ രാത്രി 2 മണിക്ക് വാതിൽക്കൽ വലിയൊരു ബഹളം കേട്ടു. സതീഷിൻ്റെ കൂട്ടുകാർ അവനെ താങ്ങിപ്പിടിച്ച് വാതിൽക്കൽ കൊണ്ടുവന്ന് തള്ളിയിടുകയായിരുന്നു. കാലുറക്കാതെ വായിൽ നിന്ന് മദ്യത്തിൻ്റെ രൂക്ഷഗന്ധവും ചീത്ത വാക്കുകളുമായിട്ടാണ് സതീഷ് മുറിയിലേക്ക് ഇടറി വീണത്. മാലതി പേടിയോടെ എഴുന്നേറ്റു. അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. താൻ സ്വപ്നം കണ്ട ജീവിതമല്ലിത്. പട്ടുസാരിയും അണിഞ്ഞ് പ്രതീക്ഷയോടെ കാത്തിരുന്ന് ആ പെൺകുട്ടിയുടെ നെഞ്ചിലേക്ക് സതീഷ് വീണത് ഒരു ആഘാതമായിട്ടായിരുന്നു. അവൻ അവളുടെ അടുത്തേക്ക് ഉലഞ്ഞു ചെന്നു. അവളുടെ താടിയിൽ പിടിച്ച് മദ്യത്തിൻ്റെ നാറ്റമുള്ള ശ്വാസം അവളുടെ മുഖത്തേക്ക് വിട്ടുകൊണ്ട് പറഞ്ഞു, ഡേ, നീ വിചാരിച്ചോ എന്നെ കെട്ടിയിട്ട് കടിഞ്ഞാണിടാമെന്ന്? സതീഷ് അങ്ങനെ ആരുടെയും കയ്യിലെ പാവയല്ല. നിന്റെ ഈ പാവത്തരമൊന്നും എൻ്റെ അടുത്തിറക്കണ്ട. എൻ്റെ വഴിയും ജീവിതവും വേറെയാണ്. മര്യാദക്ക് ഒരു വശത്ത് ഒതുങ്ങി ജീവിച്ചോണം. അത്രയും പറഞ്ഞ് അവൻ കിടക്കയിലേക്ക് വീണു. നിമിഷങ്ങൾക്കകം ഉറക്കമായി. മാലതി ആ രാത്രി മുഴുവൻ ജനലിൻ്റെ അരികിൽ ഇരുന്ന് കരഞ്ഞു. അച്ഛനെയും അമ്മയെയും ഓർത്തു. പക്ഷേ കരഞ്ഞു തീർക്കാൻ മാത്രം ഉള്ളതല്ല തൻ്റെ ജീവിതമെന്ന് അവൾക്ക് താമസിയാതെ മനസ്സിലായി. വിധിക്ക് കീഴടങ്ങാൻ അവൾ തയ്യാറല്ലായിരുന്നു. ഈ മദ്യം മാത്രമാണ് അവൻ്റെ ശത്രു. അതിൻ്റെ ഉള്ളിൽ നല്ലൊരു മനസ്സുണ്ടാകും. എൻ്റെ സ്നേഹം കൊണ്ട് ഞാൻ ഇവനെ തിരികെ കൊണ്ടുവരും, അവൾ മനസ്സിൽ ഉറപ്പിച്ചു. അടുത്ത ദിവസം രാവിലെ തലവേദനയോടെ കണ്ണു തുറന്ന് സതീഷ് കണ്ടത് അടുത്ത് തന്നെ ഒരു കപ്പ് ചൂട് കട്ടൻ കാപ്പിയുമായി നിൽക്കുന്ന മാലതിയെയാണ്. അവളുടെ മുഖത്ത് ഇന്നലെ രാത്രി നടന്നതിൻ്റെ യാതൊരു ദേഷ്യവും ഉണ്ടായിരുന്നില്ല. മറിച്ച് കൺകോണിൽ ഒരു ചെറിയ പുഞ്ചിരി ഉണ്ടായിരുന്നു. ദാ, കാപ്പി കുടിക്ക്, തലവേദന മാറും, അവൾ മൃദുവായി പറഞ്ഞു. സതീഷ് അവളെ ഒന്ന് രൂക്ഷമായി നോക്കി. കാപ്പി കയ്യിലെടുത്ത് ഒരൊറ്റ കുടി. എന്നിട്ട് അത് അവിടെ വെച്ച് ഒരക്ഷരം പോലും മിണ്ടാതെ കുളിക്കാൻ പോയി. ദിവസങ്ങൾ കടന്നുപോയി. സതീഷിൻ്റെ ശീലങ്ങൾക്ക് ഒരു മാറ്റവും ഉണ്ടായില്ല. വൈകുന്നേരമായാൽ ഫോൺ വരും.
അവൻ വീണ്ടും ഇറങ്ങിപ്പോകും. രാത്രി ലക്കില്ലാതെ തിരികെ വരും. ചില ദിവസങ്ങൾ പെൺകുട്ടികളുടെ ഫോൺ കോളുകൾ വരുന്നത് മാലതി കാണാറുണ്ട്. സതീഷ് അവരോട് കൊഞ്ചി ചിരിച്ച് സംസാരിക്കുന്നതും അവൾ കേൾക്കും. നെഞ്ചു തകരുന്ന വേദന തോന്നുമ്പോഴും അവൾ സഹിച്ചു. ഒരു ദിവസം രാത്രി നല്ല മഴയുള്ള സമയം. സതീഷ് വല്ലാതെ മദ്യപിച്ച് ഷർട്ടിൻ്റെ ബട്ടൺസൊക്കെ ഊറിപ്പറിഞ്ഞ നിലയിൽ വീട്ടിലെത്തി. കോണിപ്പടി കയറാനാവാതെ അവൻ നിലത്ത് വീണു. അമ്മ കരഞ്ഞുകൊണ്ട് ഓടിയെത്തി. പക്ഷേ മാലതി അമ്മയെ തടഞ്ഞു. "അമ്മേ, മാറി നിൽക്ക്, ഞാൻ നോക്കിക്കോളാം." അവൾ സതീഷിന് അരികിൽ ചെന്ന് അവനെ ചേർത്ത് പിടിച്ച് സാവധാനം മുറിയിലേക്ക് എഴുന്നേൽപ്പിച്ചു കൊണ്ടുപോയി. അവൻ്റെ വൃത്തികേടായ വസ്ത്രങ്ങൾ മാറ്റി നനഞ്ഞ തോർത്തുകൊണ്ട് അവൻ്റെ മുഖവും ദേഹവും തുടച്ചു കൊടുത്തു. സതീഷ് മദ്യത്തിൻ്റെ ലഹരിയിൽ എന്തൊക്കെയോ പുലമ്പുന്നുണ്ടായിരുന്നു. എന്നെ എന്നെ ആർക്കും വേണ്ട. എല്ലാവർക്കും എൻ്റെ പണം മാത്രം മതി. നീയും എന്നെ വഞ്ചിക്കും. അവൻ ഉറക്കത്തിൽ വെങ്ങിപ്പൊട്ടി. ആ വാക്കുകൾ മാലതിയുടെ ഉള്ളിൽ തട്ടി. അവളുടെ കണ്ണുകൾ നനഞ്ഞു. ഇത്രയും വലിയ ധിക്കാരിയുടെ ഉള്ളിൽ ആരും കാണാത്ത ഒരൊറ്റപ്പെടലും വേദനയുമുണ്ടെന്ന് അവളന്ന് തിരിച്ചറിഞ്ഞു. അവൻ എല്ലാവരിൽ നിന്നും സ്നേഹം ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ കിട്ടുന്നതെല്ലാം വ്യാജമായ കൂട്ടുകെട്ടുകൾ മാത്രം. അവൾ അവൻ്റെ തലമുടിയിൽ പതുക്കെ തലോടി. "ഞാൻ നിങ്ങളെ ഉപേക്ഷിക്കില്ല, ഒരിക്കലും," അവൾ അവൻ്റെ കാതിൽ പതുക്കെ പറഞ്ഞു. പിറ്റേന്ന് രാവിലെ സതീഷ് കണ്ണു തുറക്കുമ്പോൾ കണ്ടത് തന്നെ പരിചരിച്ച് അടുത്ത് തന്നെ ഉറങ്ങാതെ ഇരിക്കുന്ന മാലതിയെയാണ്. അവനെന്തോ ഒരു അപകർഷതാബോധം തോന്നി. എപ്പോഴും വഴക്കിടുകയും ചീത്ത വിളിക്കുകയും ചെയ്യുന്ന പെണ്ണുങ്ങളെ മാത്രം കണ്ടിട്ടുള്ളവന് മാലതിയുടെ ഈ സ്നേഹവും കരുതലും ഒരു പുതിയ അനുഭവമായിരുന്നു. അവൻ പതുക്കെ എഴുന്നേറ്റു. അവൾ ഉണർന്നു. "ഇന്നലെ ഞാൻ നിന്നെ എന്തെങ്കിലും പറഞ്ഞു?" സതീഷ് താഴ്ന്ന സ്വരത്തിൽ ചോദിച്ചു. ആദ്യമായിട്ടായിരുന്നു അവൻ അവളോട് അങ്ങനെ സംസാരിക്കുന്നത്. മാലതി പുഞ്ചിരിച്ചു. "ഏയ്, ഒന്നുമില്ല. കുളിച്ചിട്ട് വാ, ഞാൻ നല്ല ദോശയും ചമ്മന്തിയും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്." സതീഷ് ഒന്നും മിണ്ടാതെ അവളെ തന്നെ നോക്കി നിന്നു. അവളുടെ ഈ ശാന്തതയും പുഞ്ചിരിയും അവൻ്റെ ഉള്ളിലെ അഹങ്കാരത്തെ പതുക്കെ ഉടക്കാൻ തുടങ്ങിയിരുന്നു. വൈകുന്നേരമായപ്പോൾ പതിവ് പോലെ സതീഷിൻ്റെ ഫോണടിച്ചു. അവൻ്റെ പഴയ കൂട്ടുകാർ പാർട്ടിക്ക് വിളിക്കുകയാണ്. സതീഷ് ഫോൺ കയ്യിലെടുത്തു. മാലതി അടുക്കളയിൽ ജോലി ചെയ്യുകയായിരുന്നു. അവൻ ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ മാലതി അവന് മുന്നിൽ വന്നു നിന്നു. "ഇന്നും പോവുകയാണോ?" അവൾ ചോദിച്ചു. "അതിന് നിന്നോട് മറുപടി പറയേണ്ട കാര്യം എനിക്കില്ല." സതീഷ് പഴകിത്തേഞ്ഞ ദേഷ്യം പുറത്തെടുത്തു. പക്ഷേ ഇത്തവണ മാലതി വഴിമാറി കൊടുത്തില്ല. അവൾ അവൻ്റെ കയ്യിൽ പതുക്കെ പിടിച്ചു. "നിങ്ങൾ പോകണ്ട എന്ന് ഞാൻ പറയില്ല. പക്ഷേ ഒരൊറ്റ കാര്യം, രാത്രി തിരികെ വരുമ്പോൾ ഞാൻ ഈ വാതിൽക്കൽ നിങ്ങൾക്കായി കാത്തിരിക്കുന്നുണ്ടാകും, ഭക്ഷണം കഴിക്കാതെ." സതീഷ് ഞെട്ടിപ്പോയി. അവനവളെ തട്ടിമാറ്റി പുറത്തേക്ക് പോയി. എങ്കിലും അവളുടെ ആ വാക്കുകൾ അവൻ്റെ മനസ്സിൽ ഒരു മുറിവുണ്ടാക്കി. അന്ന് രാത്രി സതീഷ് കൂട്ടുകാരുമൊത്ത് ബാറിലിരുന്നു. കയ്യിൽ മദ്യക്കുപ്പിയുണ്ട്. പക്ഷേ ആദ്യമായി സതീഷിന് ആ അന്തരീക്ഷം ആസ്വദിക്കാൻ പറ്റിയില്ല. അവൻ്റെ മനസ്സിൽ മാലതിയുടെ മുഖം മാത്രം തെളിഞ്ഞു വന്നു. "ഞാൻ ഭക്ഷണം കഴിക്കാതെ കാത്തിരിക്കും" എന്നവളുടെ വാക്കുകൾ അവൻ്റെ ചെവിയിൽ മുഴങ്ങി. സതീഷിൻ്റെ ഈ മാറ്റം കൂട്ടുകാർ ശ്രദ്ധിച്ചു. "എന്താടാ സതീഷേ, ഇന്നൊരു മൂടില്ലാത്തതുപോലെ? ദാ ഈ റം ഒഴുക്ക്." സതീഷ് ഗ്ലാസ് കയ്യിലെടുത്തു. പക്ഷെ അവന് അത് കുടിക്കാൻ കഴിഞ്ഞില്ല. അവൻ പെട്ടെന്ന് എഴുന്നേറ്റു. "എന്താടാ, എന്തു പറ്റി?" കൂട്ടുകാർ ചോദിച്ചു. എനിക്ക് വീട്ടിൽ പോകണം." "വീട്ടിലോ? ഈ സമയത്തോ? നിന്റെ ആ പുതിയ പെണ്ണ് നിന്നെ മാറ്റിയെടുത്തോടാ." കൂട്ടുകാർ കളിയാക്കി ചിരിച്ചു. പക്ഷേ സതീഷ് അത് കേട്ടില്ല.
അവൻ ബൈക്കെടുത്ത് വീട്ടിലേക്ക് പാഞ്ഞു. രാത്രി 1 മണിയായി. വീടിന് മുന്നിലെത്തിയപ്പോൾ അവൻ കണ്ട കാഴ്ച അവൻ്റെ നെഞ്ച് പിളർക്കുന്നതായിരുന്നു. പൂമുഖത്തെ തണുത്ത തറയിൽ വാതിലിൽ തല ചായ്ച്ച് മാരുതി ഉറങ്ങുന്നുണ്ടായിരുന്നു. അവൻ വരാതെ അവൾ അകത്ത് കയറി കിടന്നില്ല. ആഹാരം കഴിച്ചതുമില്ല. അവൻ പതുക്കെ അവളുടെ അടുത്തേക്ക് ചെന്നു. മഞ്ഞ് പെയ്യുന്ന ആ തണുത്ത രാത്രിയിൽ പൂമുഖത്തെ കൽത്തറയിൽ തല ചായ്ച്ചുറങ്ങുന്ന മാരുതിയെ കണ്ടപ്പോൾ സതീഷിൻ്റെ നെഞ്ചിലാരോ തീക്കനൽ കോരിയിട്ടതുപോലെ തോന്നി. എത്രയോ രാത്രികളിൽ പെൺകുട്ടികളുടെ കൂടെ നൃത്തം ചെയ്യുകയും കാശ് വലിച്ചെറിയുകയും ചെയ്യുന്നവനാണ് അവൻ. പക്ഷേ ആ നിമിഷം അവൻ്റെ ഉള്ളിലെ സകല അഹങ്കാരവും അലിഞ്ഞില്ലാതാവുകയായിരുന്നു. ഒരു സ്വയം നിന്ദയോടെ അവൻ അവളുടെ അരികിലേക്ക് പതുക്കെ നിലത്തിരുന്നു. മാലതി, അവൻ മൃദുവായി വിളിച്ചു. തീരെ ചെറിയ ശബ്ദമായിരുന്നിട്ടും മാലതി പെട്ടെന്ന് കണ്ണു തുറന്നു. അവൻ മുന്നിൽ നിൽക്കുന്നത് കണ്ടപ്പോൾ ഉറക്കച്ചടവോടെയാണെങ്കിലും അവളുടെ മുഖത്തൊരു വെളിച്ചം പരന്നു. അവൾ വേഗം എഴുന്നേറ്റു. വന്നോ? ഞാൻ അറിയാതെ ഉറങ്ങിപ്പോയി. വാ, കയ്യും മുഖവും കഴുകി വന്നിരിക്ക്. ഞാൻ ചോറെടുത്ത് വെക്കാം. യാതൊരു പരാതിയും കോപവുമില്ലാതെ അവൾ അകത്തേക്ക് നടക്കാനാഞ്ഞു. പക്ഷേ സതീഷ് അവളുടെ കൈത്തണ്ടയിൽ പിടിച്ചു നിർത്തി. അവൻ്റെ കൈകൾ വിറക്കുന്നുണ്ടായിരുന്നു. നീ എന്തിനാ മാലതി എന്നോട് ഇങ്ങനെ കാണിക്കുന്നത്? എനിക്ക് വേണ്ടി എന്തിനാ ഈ കഷ്ടപ്പാട്? ഞാനൊരു നല്ല മനുഷ്യനല്ല. നിന്റെ ജീവിതം നശിപ്പിക്കാൻ വന്ന ഒരു കുടിയാനാണ്. എന്നെ ശപിച്ചൂടെ നിനക്ക്? 2 ചീത്ത വിളിച്ചൂടെ? അവൻ്റെ ശബ്ദം ഇടറി. മാലതി അവനെ തിരിഞ്ഞു നോക്കി. അവളുടെ കണ്ണുകളിൽ ദേഷ്യമായിരുന്നില്ല, അളവറ്റ സ്നേഹവും കരുതലുമായിരുന്നു. അവൾ അവൻ്റെ കൈകളിൽ സ്വന്തം കൈ ചേർത്ത് പിടിച്ചു. എനിക്ക് നിങ്ങളെ ചീത്ത വിളിക്കാൻ അറിയില്ല. നിങ്ങൾ ഏതോ വഴി തെറ്റിയ പാതയിലാണെന്ന് എനിക്കറിയാം. പക്ഷേ ഈ കുപ്പിയുടെയും ലഹരിയുടെയും അപ്പുറത്ത് എനിക്ക് മാത്രം നൽകാൻ നീക്കിവെച്ച ഒരു നല്ല മനസ്സ് നിങ്ങളിൽ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനു വേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത്. എനിക്ക് അതുമാത്രം മതി. സതീഷിൻ്റെ കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണീർ പൊടിഞ്ഞു. ഒരു പുരുഷൻ്റെ അഹങ്കാരം ഒരു പെണ്ണിൻ്റെ ശുദ്ധമായ സ്നേഹത്തിന് മുന്നിൽ മുട്ടുകുത്തിയ നിമിഷമായിരുന്നു അത്. അന്ന് രാത്രി അവൻ മദ്യപിച്ചിരുന്നില്ല. പകരം മാലതി വിളമ്പിക്കൊടുത്ത ഭക്ഷണം കഴിക്കുമ്പോൾ അവന് ജീവിതത്തിൽ ആദ്യമായൊരു സമാധാനം തോന്നി. അടുത്ത കുറച്ച് ദിവസങ്ങൾ സതീഷ് വലിയ മാറ്റങ്ങൾ കാണാൻ തുടങ്ങി. അവൻ വൈകുന്നേരങ്ങളിൽ കൂട്ടുകാരുടെ അടുത്തേക്ക് പോകുന്നത് കുറച്ചു. ജോലിക്ക് പോകാൻ ആരംഭിച്ചില്ലെങ്കിലും വീട്ടിൽ മാലതിയുടെ കൂടെ സമയം ചെലവഴിക്കാൻ അവൻ ആഗ്രഹിച്ചു. മാലതി അവനെ കുറ്റപ്പെടുത്തിയില്ല. പകരം കൊച്ചു കൊച്ചു കാര്യങ്ങൾ പറഞ്ഞ് അവനെ സന്തോഷിപ്പിച്ചു. പക്ഷേ സതീഷിൻ്റെ ഈ മാറ്റം അവൻ്റെ പഴയ കൂട്ടുകാർക്ക് ദഹിച്ചില്ല. സതീഷ് മാറിയ തങ്ങൾക്ക് കിട്ടുന്ന പണവും മദ്യവും നിൽക്കുമെന്ന് അവർക്കറിയാമായിരുന്നു. ഒരു ദിവസം വൈകുന്നേരം സതീഷ് മാലതിക്ക് ഇഷ്ടപ്പെട്ട മധുരപലഹാരങ്ങളുമായി വീട്ടിലേക്ക് വരികയായിരുന്നു. വഴിയിൽ വെച്ച് അവൻ്റെ കൂട്ടുകാർ അവനെ തടഞ്ഞു നിർത്തി. എന്താടാ സതീഷേ, ആ പെണ്ണിൻ്റെ സാരിത്തുമ്പിൽ കെട്ടിയിട്ടോ നിന്നെ? നീ പഴയ സതീഷ് അല്ലാതായിപ്പോയല്ലോടാ. പേടിയാണോ നിനക്ക് ആ പെണ്ണിനെ? അവർ കളിയാക്കി ചിരിച്ചു. എനിക്ക് ആരോടും പേടിയില്ല. എനിക്കെൻ്റെ കുടുംബത്തിൻ്റെ കൂടെ സമാധാനമായി ജീവിക്കണം. നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് പോയിക്കോ. സതീഷ് നടക്കാനാഞ്ഞു. ഏയ്, അത്ര പെട്ടെന്ന് പോയാലോ? ഇന്ന് നിന്റെ ബർത്ത്ഡേ അല്ലടാ. പഴയ കൂട്ടുകാരെ ഇങ്ങനെ ഉപേക്ഷിക്കാൻ പറ്റുമോ? ഒരൊറ്റ ഡ്രിങ്ക് ഞങ്ങളുടെ കൂടെ കുടിക്കും, പിന്നെ നീ പോയിക്കും. ഇല്ലെങ്കിൽ നീ നമ്മളെ ചതച്ചവനാകും. വിനോദ് ഒരു മദ്യക്കുപ്പി അവൻ്റെ മുന്നിൽ നീട്ടി. സതീഷ് ആദ്യം നിരസിച്ചെങ്കിലും കൂട്ടുകാരുടെ നിർബന്ധത്തിനും പരിഹാസത്തിനും മുന്നിൽ അവൻ്റെ മനസ്സ് വീണ്ടും പതറി. അവൻ വിചാരിച്ചു, ഒരൊറ്റ ഗ്ലാസ് കുടിച്ചതുകൊണ്ട് ഒന്നും സംഭവിക്കില്ലല്ലോ. ആ ഒരൊറ്റ ഗ്ലാസ് അവനെ വീണ്ടും പഴയ കോയിലേക്ക് തള്ളിവിട്ടു. അവർ അവനിൽ കൂടുതൽ ലഹരി നിറച്ചു.
ബോധം മറഞ്ഞ സതീശിനെ അവർ വീണ്ടും പഴയതുപോലെ വേദികൾ ഉപേക്ഷിച്ചു. രാത്രി വൈകി ആടെ ഒലിഞ്ഞ് വീട്ടിലെത്തിയ സതീഷ് മാലതിയെ കണ്ടപ്പോൾ ദേഷ്യപ്പെട്ടു. ലഹരി അവൻ്റെ തലച്ചോറിനെ വീണ്ടും കീഴടക്കിയിരുന്നു. അവൻ മുറിയിലെ സാധനങ്ങൾ വലിച്ചെറിഞ്ഞു. നീ നീ എന്നെ മാറ്റാൻ നോക്കണ്ട. ഞാൻ ഇങ്ങനെയാണ്. എനിക്കെൻ്റെ സ്വാതന്ത്ര്യം വേണം, അവൻ അവളോട് ആക്രോശിച്ചു. മാലതി ഒന്നും മിണ്ടിയില്ല. അവളുടെ നെഞ്ച് തകർന്നു പോയി. താൻ കെട്ടിപ്പടുത്ത പ്രതീക്ഷകളുടെ കൊട്ടാരം ഒരൊറ്റ രാത്രി കൊണ്ട് തകർന്നടിയുന്നത് അവൾ കണ്ടു. പക്ഷേ ഇത്തവണ അവൾ കരഞ്ഞില്ല, മറിച്ച് ഒരു വലിയ തീരുമാനമെടുത്തു. പിറ്റേന്ന് രാവിലെ സതീഷ് ഉണരുമ്പോൾ മുറിയിൽ മാലതി ഉണ്ടായിരുന്നില്ല. വീട് മുഴുവൻ വിജനമായിരുന്നു. അവൻ്റെ അമ്മ കണ്ണീരോടെ ഒരു കത്ത് അവൻ്റെ കയ്യിൽ കൊടുത്തു. സതീഷ് വിറക്കുന്ന കൈകളോടെ ആ കത്ത് തുറന്നു. എൻ്റെ സ്നേഹത്തിന് നിങ്ങളുടെ ലഹരിയെ തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല. നിങ്ങളെ ഉപേക്ഷിച്ചു പോകാൻ എനിക്ക് കഴിയില്ല. പക്ഷേ നിങ്ങൾ മാറാതെ ഈ വീട്ടിലേക്ക് ഞാൻ തിരികെ വരില്ല. എൻ്റെ സാന്നിധ്യം നിങ്ങളെ ശ്വാസം മുട്ടിക്കുന്നുണ്ടെങ്കിൽ ഞാൻ മാറി നിൽക്കാം. എന്നെങ്കിലും നിങ്ങൾക്ക് എന്നെയും നമ്മുടെ പുതിയ ജീവിതത്തെയും വേണമെന്ന് തോന്നിയാൽ അന്ന് വരിക. കത്ത് വായിച്ചു തീർത്ത സതീഷിൻ്റെ കയ്യിൽ നിന്നും ആ പേപ്പർ താഴെ വീണു. അവൻ ആകെ തകർന്നു പോയി. വീട്ടിൽ മാലതിയില്ലാത്ത ഓരോ നിമിഷവും അവന് നരകതുല്യമായി തോന്നി. അവളുടെ ചിരി, കരുതൽ, സ്നേഹത്തോടെയുള്ള നോട്ടം എല്ലാം അവൻ്റെ മനസ്സിനെ വേട്ടയാടി. അപ്പോഴാണ് അവൻ തിരിച്ചറിഞ്ഞത്, മദ്യമല്ല, മാലതിയാണ് തൻ്റെ യഥാർത്ഥ ലഹരി. അവളെ കൂടാതെ തനിക്ക് ജീവിക്കാൻ കഴിയില്ല. സതീഷ് പെട്ടെന്ന് എഴുന്നേറ്റു. അവൻ കണ്ണാടിയിൽ നോക്കി. താടി വളർന്ന് കണ്ണു കൊഴിഞ്ഞൊരു രാക്ഷസനെയാണ് അവൻ കണ്ടത്. അവൻ മനസ്സിലുറപ്പിച്ചു, എനിക്കെൻ്റെ മാലതിയെ വേണം. അതിന് ഞാൻ മാറണം. സതീഷ് നേരെ ചെന്നത് ഒരു ഡി അഡിക്ഷൻ സെൻ്ററിലേക്കായിരുന്നു. അവൻ സ്വയം അവിടെ ചികിത്സക്ക് ചേർന്നു. കൂട്ടുകാരുടെ ഫോൺ കോളുകൾ അവൻ ബ്ലോക്ക് ചെയ്തു. ശരീരവും മനസ്സും ലഹരിക്കായി വെമ്പിയപ്പോഴും മാലതിയുടെ പുഞ്ചിരിക്കുന്ന മുഖം മാത്രം അവൻ മനസ്സിൽ ധ്യാനിച്ചു. ദിവസങ്ങളും മാസങ്ങളും കടന്നുപോയി. 6 മാസങ്ങൾക്ക് ശേഷം മാലതിയുടെ വീടിന് മുന്നിൽ ഒരു കാർ വന്നു നിന്നു. കാറിൽ നിന്നും ഇറങ്ങിയ വ്യക്തിയെ കണ്ട് അവിടെയുള്ളവർ അത്ഭുതപ്പെട്ടു. നല്ല വൃത്തിയായി താടി ഒടിച്ച് ഒരു വെള്ള ഷർട്ടും മുണ്ടുമെടുത്ത് നിൽക്കുന്ന സതീഷ്. അവൻ്റെ കണ്ണുകളിൽ പഴയ ലഹരിയുടെ ഭാവമില്ലായിരുന്നു, മറിച്ച് ഒരു പുതിയ മനുഷ്യൻ്റെ ആത്മവിശ്വാസവും സ്നേഹവുമായിരുന്നു. അവൻ വീടിൻ്റെ പൂമുഖത്തേക്ക് നടന്നു ചെന്നു. വാതിൽക്കൽ മാലതി നിൽക്കുന്നുണ്ടായിരുന്നു. അവളുടെ കണ്ണുകൾ വിടർന്നു. കണ്ണീർത്തുള്ളികൾ കവളിലൂടെ ഒഴുകിയിറങ്ങി. സതീഷ് അവൾക്ക് മുന്നിൽ കൈകൂപ്പി നിന്നു. മാലതി, നിന്റെ സതീഷ് തിരികെ വന്നിരിക്കുന്നു. പുതിയ ആളായി എന്നെ സ്വീകരിക്കുമോ? മാലതിക്ക് ഒന്നും പറയാൻ കഴിഞ്ഞില്ല. അവൾ ഓടിച്ചെന്ന് അവൻ്റെ നെഞ്ചിലേക്ക് പടർന്നു കയറി. സതീഷ് അവളെ ചേർത്ത് പിടിച്ചു. അവരുടെ ചുറ്റും സ്നേഹത്തിൻ്റെ ഒരു പുതിയ പ്രഭാതം വിരിയുകയായിരുന്നു. രണ്ടുപേരുടെയും കണ്ണുകൾ നിറഞ്ഞിരുന്നു. ഇനിയൊരിക്കലും ഞാൻ നിന്നെ തനിച്ചാക്കില്ല മാലതി. നിന്റെ സ്നേഹമാണ് എന്നെ ജയിപ്പിച്ചത്. സതീഷ് അവളുടെ നെറ്റിൽ ആർദ്രമായി മുത്തി. അന്ന് രാത്രി ആകാശത്ത് പൗർണമി തിങ്കൾ തെളിഞ്ഞു നിൽക്കുന്ന രാത്രി. മുറി മുഴുവൻ മുല്ലപ്പൂക്കുള്ള സുഗന്ധം പരന്നിട്ടുണ്ടായിരുന്നു. ജനലിലൂടെ തണുത്ത കാറ്റകത്തേക്ക് വീശടിച്ചു കൊണ്ടിരുന്നു. മാലതി കയ്യിൽ പാലിൻ്റെ ഗ്ലാസുമായി മുറിയിലേക്ക് നടന്നു വന്നു. 6 മാസങ്ങൾക്ക് ശേഷം സ്വന്തം ഭർത്താവിൻ്റെ അടുക്കലേക്ക് ഒരു പുതിയ വധുവിനെ പോലെ അവൾ നാണത്തോടെ നടന്നെടുത്തു. അവളുടെ കൈകൾ ചെറുതായി വിറക്കുന്നുണ്ടായിരുന്നു. കട്ടിലിരിക്കുകയായിരുന്ന സതീഷ് എഴുന്നേറ്റ് വന്ന് അവളുടെ കയ്യിൽ നിന്ന് പാല് ഗ്ലാസ് വാങ്ങി മേശപ്പുറത്തേക്ക് വെച്ചു. എന്നിട്ട് അവളുടെ 2 കൈകളും സ്വന്തം കൈക്കുള്ളിലാക്കി. മാലതി, അവൾ തലയുർത്താതെ മൂളി. ഇത് നമ്മുടെ ആദ്യ രാത്രിയാണ്. അന്ന് ആ കല്യാണ രാത്രിയിൽ മദ്യത്തിൻ്റെ ലഹരിയിൽ
ഞാൻ നിനക്ക് തന്നത് കണ്ണീര് മാത്രമാണ്. പക്ഷേ ഇന്ന് ഇന്ന് എൻ്റെ മനസ്സിൽ നിറയെ നീ മാത്രമാണ്. ഈ സതീഷിൻ്റെ ജീവിതം ഇനി നിനക്കുള്ളതാണ്. സതീഷ് പതുക്കളുടെ താടിയിൽ പിടിച്ച് മുഖമുയർത്തി. മാലതിയുടെ കണ്ണുകൾ നാണത്താൽ അടഞ്ഞു പോയിരുന്നു. പൂർണ്ണ വെളിച്ചത്തിൽ അവളുടെ ആ ഐശ്വര്യമുള്ള മുഖം കൂടുതൽ മനോഹരമായി തോന്നി. അവൻ പതുക്കെ കുഴഞ്ഞ് അവളുടെ ചുണ്ടുകളിൽ അമർത്തി ഉമ്മ വെച്ചു. ആ നിമിഷം മാലതിയുടെയിലൂടെ ഒരു മിന്നൽ പിണർ പാഞ്ഞുപോയി. അവളുടെ നാണം കലർന്ന വിറയൽ സതീഷ് തിരിച്ചറിഞ്ഞു. അവൻ അവളെ കോരിയെടുത്ത് കട്ടിലിലേക്ക് കിടത്തി. അവളുടെ മുഖത്തേക്ക് വീണു കിടന്ന മുടിയകൾ പതുക്കെ മാറ്റിക്കൊണ്ട് അവൻ അവളുടെ കവിളുകളിലും കഴുത്തിലും പ്രണയത്തിൻ്റെ മുദ്രകൾ പതിപ്പിച്ചു. സതീശേട്ടാ, മാലതി വിറക്കുന്ന ശബ്ദത്തിൽ വിളിച്ചു. പറയെൻ്റെ പെണ്ണെ. അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. എനിക്കൊത്തിരി സന്തോഷമാകുന്നുണ്ട്. എൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു. ഇനി കരയരുത്. ഈ കണ്ണുകൾ ഇനി സന്തോഷം മാത്രം മതി. സതീഷ് മാലതിയെ തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. അവൾ അവൻ്റെ നെഞ്ചിൽ തല ചായ്ച്ചു കിടന്നു. അവൻ്റെ ഹൃദയമിടിപ്പ് ഒരു സംഗീതം പോലെ അവൾ കേട്ടു. പുറത്ത് തണുത്ത കാറ്റ് വീശുമ്പോഴും ആ മുറിക്കുള്ളിൽ അവരുടെ പ്രണയത്തിൻ്റെ ചൂട് ഉണ്ടായിരുന്നു. ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക്, ലഹരിയിൽ നിന്ന് യഥാർത്ഥ സ്നേഹത്തിൻ്റെ ലഹരിയിലേക്ക് അവർ ഒന്നിച്ച് ചുവട് വെച്ചു. സ്നേഹത്തിന് ഏത് വലിയ തിന്മയെയും മാറ്റാൻ കഴിയും എന്നതിന് തെളിവാണ് സതീഷിൻ്റെയും മാലതിയുടെയും ജീവിതം. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ പറയുക.